പ്രേമലാൽ വിജയ് മുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ. അപ്പോൾ അവിടെ ഈ ഇന്ത്യ മുന്നണിയിലുണ്ടായിരുന്ന DMK സ്റ്റാലിൻ്റെ പാർട്ടി അവർ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടിരിക്കുവാണ്. അപ്പോൾ വിജയ് മുഖ്യമന്ത്രിയായി DMK മുന്നണി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടു. കാരണമെന്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസും ചുവടുമാറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ DMK വിട്ടതിന് പിന്നിൽ ഇനി എന്തൊക്കെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇന്ത്യ മുന്നണിയിലുണ്ടാകും? ഇവിടെ കോൺഗ്രസ് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. കാര്യം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കാര്യത്തിൽ വലിയ പരിഹാസം കൊടുക്കുകയും ചെയ്തു. കാര്യം ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസിൻ്റെ വലം കൈ ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള DMK. കാരണം ലോക്സഭയിൽ ഏതാണ്ട് 22 MPമാർ DMKയുടെ ഭാഗത്തു നിന്നുണ്ട്. കൂടാതെ രാജ്യസഭയിൽ 10 MPമാരുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിലെ വലിയൊരു സാന്നിധ്യമാണ് ഈ പറയുന്ന DMK. പ്രത്യേകിച്ച് കനിമൊഴിയെ പോലെ വലിയ മാധ്യമ ശ്രദ്ധ നേടുന്ന നേതാക്കൾ പോലും അവിടെയുണ്ട്. നമുക്കറിയാമല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം സർക്കാർ അയച്ച പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് കനിമൊഴി. അപ്പോൾ അത്രയ്ക്ക് വാർത്താ പ്രാധാന്യവും ദേശീയ ശ്രദ്ധയും കിട്ടുന്ന ഒരാൾ DMK പക്ഷത്തുള്ളപ്പോൾ എന്തുകൊണ്ടും അത് കോൺഗ്രസ് കൂടെ നിർത്തേണ്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ അവിടെ ഭരണം പിടിക്കുന്നതിന് വേണ്ടി വിജയിയെ സഹായിക്കാൻ അനുകൂലമായ നിലപാട് കോൺഗ്രസ് എടുത്തു. 5 MLAമാരാണ് കോൺഗ്രസ്സിനുള്ളത്. അപ്പോൾ ഇത് ഇന്ത്യ സഖ്യത്തിൽ വലിയ ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് DMK പിൻവാങ്ങുന്നു. ലോക്സഭാ സ്പീക്കർക്ക് ഇതിനോടകം കത്ത് കൊടുത്തിട്ടുണ്ട്. പുതിയ ഒരു ബ്ലോക്കായിട്ട് അവർക്ക് ഇരിക്കണം എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കോൺഗ്രസിൻ്റെ ഈ നിലപാട് തന്ത്രപരമായ പിഴവെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച ഈ നിലപാട് വളരെ തന്ത്രപരമാണ് എന്ന് വേണം പറയാൻ. കാരണം തമിഴ്നാട്ടിൽ ഏതാണ്ട് 38 39 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അപ്പോൾ നിലവിലെ അവിടുത്തെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ വിജയ് അവിടെ ഭരണം പിടിച്ചു. 106 107 സീറ്റ് അദ്ദേഹത്തിന് അസംബ്ലിയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായൊരു മുന്നേറ്റം വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ സഖ്യത്തിനുണ്ടാക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന 38 39 സീറ്റിൽ ഒരു വലിയൊരു ഭാഗം സീറ്റുകൾ കോൺഗ്രസിനും കൂടി വീതിക്കപ്പെട്ടാൽ ആ രീതിയിൽ പരമാവധി സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് സമാഹരിച്ച് ലോക്സഭയിൽ വലിയ ശക്തി തെളിയിക്കാൻ കോൺഗ്രസിന് സാധിച്ചേക്കും. പക്ഷേ അതെത്രത്തോളം സാധ്യമാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇപ്പോൾ വിജയ് അവിടെ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അതിൻ്റെ മാനദണ്ഡമായിരിക്കില്ല ഇനി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കണം. കാരണം ദേശീയ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുക. ഈ പറയുന്ന തമിഴ്നാട്ടിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രാദേശിക രാഷ്ട്രീയവും അല്ലെങ്കിൽ DMKക്കെതിരെയുള്ള വികാരവും ഒക്കെയാണ്. പക്ഷേ ദേശീയ തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും BJP നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് നമ്മൾ തീർച്ചയായിട്ടും വിചാരിക്കണം. കാര്യം ആരാണ് ഭരിക്കുന്നത് അവർക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് പരമാവധി പ്രതിപക്ഷ നിരയിലേക്ക് അല്ലെങ്കിൽ ഇനി അധികാരത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അതിലേക്ക് പരമാവധി MPമാരെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്, ഇനി പുതിയ ഇന്ത്യ സഖ്യത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ല, അത് വലിയ മുതൽക്കൂട്ടാകും എന്നുള്ളത് നിസ്സംശയമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഈ കോൺഗ്രസിന് മുതൽക്കൂട്ടാവും എന്ന് പറയുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടാകുന്നുണ്ട് പറയുന്നത്. അതായത് BJP ആണ് പാർട്ടി. BJP ഓരോ ഇടത്തും അവരുടെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു സംസാരത്തിൽ പറഞ്ഞു, ഈ പറയുന്ന പോലെ കേരള കോൺഗ്രസ് മാണി എന്ന പ്രാദേശിക പാർട്ടിയെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ 2020 എല്ലാം BDJSനെ ഒക്കെ കൂടെ കൂട്ടിയാണ് അവർ 3 സീറ്റ് ഇപ്പോൾ നേടിയത്. കേരള കോൺഗ്രസ് മാണിയെ കൂട്ടിയിട്ടില്ല, അല്ലാതെ 2 പേരെ കൂട്ടി 2020 കൂടെ കൂട്ടിയിട്ട് അവർ 3 പേരായിട്ടാണ് 3 സീറ്റ് നേടിയത്. ഇവിടെ BJP പോലൊരു പാർട്ടി ഒരിക്കലും പ്രാദേശിക തലത്തിൽ ഹൈപ്പുള്ള വിജയെ കളയുമെന്ന് ഈ പറയുന്ന പ്രേമിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. വിജയെ കളയില്ല. കാര്യം നമ്മൾ ഇന്നലെ കണ്ട ഒരു രംഗം, വന്ദേ മാതരം എന്ന ആ ഗാനം സാധാരണ 2 വരിയോ 3 വരിയോ പാടുന്നതാണ്. ഈ ചടങ്ങിൽ ആകെ ഇപ്പോൾ BJPക്ക് പ്രത്യേകിച്ച് ആർലേക്കർ പോലെ ഒരു ഗവർണർ, RSSകാരനായ ഒരു ഗവർണർ ഇരിക്കുന്ന ചടങ്ങിൽ കേന്ദ്രം പറഞ്ഞിട്ട് ആ പറയുന്ന വന്ദേ മാതരം എന്ന ആ പാട്ട് ഇപ്പോൾ എങ്ങനെയാണ് RSSകാർ പാടിയത്, അതിനെ സംബന്ധിച്ച് എവിടെയാണ് വിവാദം ഉണ്ടായത്? ആ വിവാദം ആവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടി നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അവരെ സംബന്ധിച്ച് അണ്ണാമലയെ ഇറക്കി അവർ കളിച്ചതാണ്. തമിഴ്നാട്ടിൽ അവർ കളിച്ചതാണ്. അണ്ണാമല എന്ന IPSകാരനെ അവർ മാറ്റി. എന്തുകൊണ്ടാണ്? IPSകാരൻ എന്ന് പറയുന്ന ആ പദവിയിൽ നിന്ന് അണ്ണാമല ഇറങ്ങിയിട്ടില്ല. ജനങ്ങൾക്കിടയിൽ മിങ്കിൾ ചെയ്യാൻ അദ്ദേഹം ഇപ്പോൾ പ്രാപ്തനല്ല. മറിച്ച് വിജയെപ്പോലൊരു നേതാവ് ഈ ദ്രാവിഡ മുന്നേറ്റ ഘടകം അല്ലാതെ മറ്റൊരു പാർട്ടി അദ്ദേഹം ഉണ്ടാക്കി തമിഴ്നാട്ടിൽ ഒരു ഗ്രിപ്പ് ഉണ്ടായി കഴിഞ്ഞ ശേഷം ആ ഗ്രിപ്പിൽ BJP പിന്നെ പിടിക്കില്ല എന്ന് ആര് കണ്ടു?
പക്ഷേ നിലവിൽ നമ്മൾ അങ്ങനെ കരുതേണ്ടതില്ല. കാരണം BJP ആണ് പാർട്ടി. പക്ഷേ വിജയുടെ പ്രഖ്യാപിത ശത്രുപക്ഷത്തുള്ള ഒരു പാർട്ടിയാണ് BJP. കാരണം അദ്ദേഹം ആശയപരമായി BJPയുടെ പൊളിറ്റിക്സിനോട് വലിയ രീതിയിലുള്ള വിയോജിപ്പ് പരസ്യമായി പ്രഖ്യാപിച്ച ഒരാളാണ്. അത് ഈ ജോസഫ് വിജയ് എന്ന പേര് പോലും അദ്ദേഹം പലയിടത്തും ഉച്ചരിക്കുന്നത് BJPയുമായിട്ടുള്ള ആശയ സംഘർഷത്തിന് ശേഷമാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ജാതീയമായി മതപരമായി വലിയ വിവേചനം BJP സൃഷ്ടിച്ചു എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോധ്യത്തിൽ നിൽക്കുന്ന വിജയ് BJPയുമായിട്ട് ഞാനതിനെ ഖണ്ഡിക്കും. അതായത് പ്രാദേശിക പാർട്ടികളെ കൂടെ കൂട്ടുന്നതിൽ ഒരു പക്ഷേ BJPക്ക് വിജയിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന പലരെ അടർത്തി മാറ്റാൻ സാധിച്ചേക്കും. കാരണം അവിടെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ കോൺഗ്രസിന് അധികാരത്തോടുള്ള ആർത്തിയാണ് ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുമാറി ഒരു നാണവുമില്ലാതെ വേദി പങ്കിട്ടത് എന്ന് ബഹുമാനപ്പെട്ട മോദി പറയുകയാണെങ്കിൽ മോദി ഒന്നും കാണാതെ അത് പറയില്ല എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ അനുമാനിക്കും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു തന്ത്രപരമായ മുന്നേറ്റമാണ്. കാര്യം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ BJP പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രേംലാൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധിയെ കണ്ട് നിങ്ങൾക്ക് സീറ്റ് ഇത്രയും തരാം, നിങ്ങൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ എന്ന് ഓഫർ കൊടുത്ത ആരാണ്? വിജയാണ്. എന്നിട്ട് അന്ന് നിരസിച്ച ഈ രാഹുൽ ഗാന്ധിക്ക് ഇന്നലെ ആകപ്പാട് ഒരു എന്താ പറയുക, പിന്നെ ദിശാബോധം തെറ്റിയ ഒരാളിനെ പോലെയാണ് അദ്ദേഹം ഇന്നലെ അവിടെ നിന്നത്. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എടുക്കുന്ന സ്റ്റാൻഡിനേക്കാളും ഒരു പടി മുന്നിലായിരിക്കും BJP എന്ന് എനിക്ക് തോന്നുകയാണ്. ഇനി മറിച്ചാണെങ്കിൽ ഇത് വിജയെ സംബന്ധിച്ച് BJPയേക്കാൾ ഉപരി കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ഒരു വേള കോൺഗ്രസിൽ അംഗത്വം എടുക്കാൻ പോലും വിജയ് സന്നദ്ധമായിരുന്നു. അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് ഒരു മത്സരത്തിലൂടെ മതി എന്ന തരത്തിൽ രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് ഈ TVKയുമായിട്ട് കോൺഗ്രസ് സഖ്യത്തിലെത്തണം എന്ന ചില നിർദ്ദേശങ്ങൾ വന്നെങ്കിലും അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ എതിർപ്പ് കണക്കിലെടുത്താണ്, അല്ലെങ്കിൽ DMK അതിനെ വലിയ രീതിയിൽ, അന്ന് ഇന്ത്യ സഖ്യം വളരെ ശക്തമായിരുന്നു. അപ്പോൾ DMK പിണക്കേണ്ടതില്ല എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് രാഹുൽ ഗാന്ധി അതിന് പച്ചക്കൊടി കാണിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ DMKനെ പിണക്കിയിട്ടായിട്ട് പോലും, ഇപ്പോൾ അതിൽ KC വേണുഗോപാലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. DMK പിണക്കിയിട്ടായാലും പോലും ഭാവിയിൽ DMK അല്ലെങ്കിൽ AIDMK പോലുള്ള ദ്രാവിഡ രാഷ്ട്രീയ പ്രാദേശികവാദത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രസക്തി നഷ്ടമാകാനും വിജയ് പോലെയുള്ള പുതിയ പ്രതിഭാസങ്ങൾക്ക് അവിടെ വേരോട്ടം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് എന്ന അനുമാനത്തിൽ, ഒരു അനുമാനം മാത്രമാണ്, അത് വാസ്തവമാകാൻ സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തന്ത്രം ഇപ്പോൾ കോൺഗ്രസ് പ്രയോഗിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ആ പ്രയോഗത്തോടൊപ്പം തന്നെ BJP ഇനി ചെയ്യാൻ പോകുന്നത് അണ്ണാമലയെ പോലെയുള്ള ഒരു IPS ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് അവർ ആദ്യം പയറ്റിയ തന്ത്രം പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ വിജയ് എന്ന് പറയുന്ന ഒരു അഭിനേതാവ്, ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ, അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് നിന്ന് മാറി ഭരണത്തിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ സമൂലമായ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ BJP ഒരിക്കൽ കൂടി അണ്ണാമലയെ ഇറക്കി പിടിക്കാൻ കഴിയില്ല. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം, ഇന്നലെ കണ്ടവർ നാളെ വേറെ എന്തെങ്കിലും. അത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സ്ട്രാറ്റജിക്കൽ മൂവായിട്ട് വേണമെങ്കിൽ ഇതിനെ ഒരിക്കൽ കൂടി അണ്ണാമലയെ ഇറക്കി കൂടെ ആര് കണ്ടു? ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാമല്ലോ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാൾ പോലും BJP പിടിച്ചെടുത്തു. അസാം BJPയുടെ ഭരണത്തിന് കീഴിലാണ്. അങ്ങനെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി BJPയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ ആശ്രയിക്കാൻ പറ്റുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, അതേപോലെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വലിയ സാന്നിധ്യമാകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക്, ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അവിടെ വലിയ ശക്തി കേന്ദ്രമായിരുന്നു കാമരാജിൻ്റെയൊക്കെ കാലത്ത്. പിന്നീട് അത് ശക്തി ക്ഷയിച്ച് പോയതാണ്. അപ്പോൾ പഴയ പ്രതാപത്തിലേക്ക്, പഴയ പ്രതാപത്തിലേക്ക് ഇപ്പോൾ വിജയുടെ തോളിൽ ഏറിയിട്ടാണെങ്കിൽ പോലും പഴയ പ്രതാപത്തിലേക്ക് എത്താൻ സാധിച്ചാൽ ദക്ഷിണേന്ത്യയിൽ വലിയ ഒരു പ്രതിരോധ കോട്ട തീർക്കാൻ കോൺഗ്രസിന് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ആ തന്ത്രം എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ എത്തൂ. ഏതായാലും നമ്മൾ സംസാരിച്ചിടത്തേക്ക് തന്നെ പോവുകയാണ്. INDA മുന്നണിയിൽ നിന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം മാറിക്കഴിയുമ്പോൾ ഇനി ലോകസഭയിൽ എന്തെല്ലാം മാറ്റം നമുക്ക് കാണാൻ കഴിയും? പ്രത്യേക ബ്ലോക്കായിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. അല്ല, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നിർണായകം. 2029. അതെ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നിർണായകം. തീർച്ചയായിട്ടും അവിടെ നിലവിലെ ഏറ്റവും വലിയ പ്രബല കക്ഷി എന്ന നിലയിൽ രാജ്യസഭയിലേക്കും ഒരു വലിയൊരു ശതമാനം പ്രതിനിധികളെ എത്തിക്കാനായിട്ട് TVK കോൺഗ്രസ് സഖ്യത്തിന് സാധിക്കും. അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിലവിൽ DMKക്ക് അവിടെ 22 സീറ്റുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് 23 സീറ്റ് നേടിയാൽ പോലും, TVK കോൺഗ്രസ് സഖ്യത്തിന് നേടിയാൽ പോലും അത് വലിയ രാഷ്ട്രീയ നേട്ടമായിട്ട് തന്നെ തൽക്കാലം നിലവിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച്
വിലയിരുത്തേണ്ടി ഏതായാലും മറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ BJP-ക്ക്. അല്ല.